السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഫലസ്തീനിലെയും യുക്രൈനിലെയും സംഘർഷങ്ങൾ മുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കടുത്ത വരൾച്ചയും ദാരിദ്ര്യവും അടക്കം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ദുരന്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലാണ് മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം ലോകമൊന്നാകെ ശ്രദ്ധ ചുലത്തുന്നത്. സ്നേഹമാണ് തിരുനബിയുടെ ജീവിതവും സന്ദേശവും. ശത്രുമിത്രമെന്ന ഭേദമില്ലാതെ കരുണയുടെ സത്തമായിരുന്നു തിരുനബി. മനുഷ്യനായിരുന്നു അവിടുത്തെ പ്രമേയം. അതിന് വഴിയൊരുക്കി മുന്നിൽ നിന്നും മ്ലേച്ഛതകളെ വെറുത്തും അതിന്റെ വിഭാടനം ലക്ഷ്യമാക്കി ധാർമ്മിക സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനായിട്ട് തീക്ഷ്ണമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അത് പ്രാവർത്തികമാക്കാൻ സാധ്യമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുകയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. മക്ക വിജയത്തിന്റെ രംഗങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ സർവ്വവിധേനയും ആക്രമിച്ച ശത്രുകൂട്ടം തോൽവി സമ്മതിച്ച് ഭവ്യതയോടെ നിന്ന നേരം കൂടെയുള്ളത് സർവസന്നാഹത്തോടെയുള്ള സ്വന്തം സൈന്യം മാത്രമായിരുന്നു. ആജ്ഞകൾ പോലും വേണ്ട ആ ചെറുസംഘത്തെ കൊന്നുകളയാൻ. അത്തരം കൊലകൾ വിജയത്തിന്റെ തോത് നിർണയിച്ച ഒരു കാലസന്ധി കൂടി ആയിരുന്നിട്ടും അവിടുന്ന് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് നടത്തി തന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളിലേക്ക് യാതൊരു പ്രതികാര നടപടിയുമില്ല. അവിശ്വാസികൾക്ക് പോലും ഭക്ഷണം തടയരുത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കരുത്. തൊഴിലാളിയുടെ വിയർപ്പുറ്റുന്നതിന് മുമ്പ് വേതനം നൽകണം. സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത്. ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ 1000 ആശയങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ദർശിക്കാനാകുന്നതാണ്. അതായിരുന്നല്ലോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലിരിക്കുന്ന നേരത്ത് പാവപ്പെട്ട ഒരു മാതാവ് കുഞ്ഞിനെയും കൂട്ടി തങ്ങളുടെ അരികിൽ ചെന്ന് ചില സ്വകാര്യ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തീർത്തും അതിനെ നിരസിക്കുകയല്ല തിരുനബി ചെയ്തത്. മറിച്ച് അതിനെ കേൾക്കാനും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, കലുഷിതമായ കാലത്ത് ജനിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദരിദ്ര ജനങ്ങളെയും സങ്കീർണതകളിൽ ജീവിക്കുന്ന ജനങ്ങളെയും നയിക്കുകയും മാനുഷിക ജൈവതയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കുകയും ചെയ്തത് മാനവികതയുടെ സമുന്നതമായ പാഠമാണ്. മാതാവിന്റെ ഉദരത്തിൽ നിന്നും പെറ്റുവീണ ജീവന്റെ ലിംഗം നോക്കി പെണ്ണാണേൽ ജീവനോടെ മണ്ണിട്ട് മൂടുന്ന നാട്ടുനടപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നിരോധിച്ചത്. പെണ്ണിന് ആത്മാഭിമാനത്തോടെ നടക്കാനുള്ള അവകാശം അവിടുന്ന് തിരികെ നൽകി. മനുഷ്യ മനസ്സുകളിൽ തിന്മകളെ പെറ്റുകൂട്ടുന്ന ലഹരിയെ പൂർണ്ണമായും നിരോധിച്ചു. ലഹരിയിൽ ആറാടി അഭിരമിച്ചിരുന്ന ഒരു ജനതയെ പൂർണ്ണ ലഹരി നിരോധനം അംഗീകരിക്കുന്ന അനുസരണയുള്ള ജനതയാക്കി മാറ്റിയ തിരുനബിയുടെ പ്രബോധന രീതിയെ ആധുനിക ലോകം പുനർവായനയ്ക്ക് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. 6-ാം നൂറ്റാണ്ടിലെ നീതിബോധത്തിന്റെ ഉടമയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ജോർജ് ബർണാഡ് ഷാ ദ ജീനിയൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രശ്നകലുഷിതമായ ആധുനിക യുഗത്തിലേക്ക് പ്രവാചകൻ വരേണ്ടിയിരിക്കുന്നു. അഥവാ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പുണരുന്നതിലാണ് എല്ലാ കാലത്തും രക്ഷ. തിരുനബിയുടെ പ്രവർത്തനത്തെക്കാൾ മനോഹരമായി ഒരു വിചാരം ലോകത്ത് ആർക്കാണ് ഇവിടമിൽ പറയാനുള്ളത്? പ്രവാചകൻ അവസാന പ്രസംഗത്തിലും ഊന്നി പറയാൻ ശ്രമിച്ച സുപ്രധാന കാര്യമാണ് സാമൂഹിക സമത്വം. അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യരെല്ലാം തുല്യരാണെന്ന് ദേശഭാഷ വർഗ വർണ്ണ സമത്വങ്ങൾക്ക് ഇസ്ലാമികമായി യാതൊരു പരിഗണനയൊന്നുമില്ലെന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതര നബിമാരിൽ നിന്നും വ്യതിരക്തമായി മുഴുവൻ മാനവകുലത്തിനും പ്രവാചകനായി നിയോഗിക്കപ്പെട്ട
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയം എല്ലാ കാലത്തും പരിഹാരം മാത്രമാണ്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ നാഥൻ നമ്മെ തുണക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.